നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ആ ഒരു എന്താ പറയുക തമ്പനെയിൽ അല്ലെങ്കിൽ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ TVS എനിക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റ് ദേ ഈ കിടക്കുന്ന വലിയൊരു ഗിഫ്റ്റ് ഉണ്ടോ. ഈ ഗിഫ്റ്റ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു RR 310 ഉണ്ട്, അപ്പാച്ചി ആമിന ഉണ്ട്. പിന്നെ 310 ശരിക്കും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് വളരെ കുറവാണ്. നമ്മുടെ ഗോൾഡ് വിങ് വന്നതിന് ശേഷം ഈ വണ്ടി വെറുതെ വീട്ടിൽ കയറ്റിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഉപ്പയാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ആമിന വാഷ് ചെയ്ത് നല്ല മൊഞ്ചാക്കിയിട്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഈ TVSൻ്റെ ഫാക്ടറിയിലേക്ക് വണ്ടി കയറ്റാൻ പോകുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ ആട്ടോ മോട്ടോർ സൈക്കിൾ സോയിബിൻ്റെ ആട്ടോ മോട്ടോർ സൈക്കിൾ നമ്മൾ വണ്ടി കൊണ്ട് കയറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു വണ്ടി തുരുമ്പുണ്ടെന്നൊക്കെ. കാരണം ശരിക്കും പൊടിയും മണ്ണും ഒക്കെ പിടിച്ചിട്ടേ അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ വാഷ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്. എഞ്ചിനൊക്കെ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടോ, യാതൊരു പ്രശ്നങ്ങളില്ല. പിന്നെ അഫ്കോഴ്സ് ഇതിൻ്റെ കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്ക്രാച്ചസ് കുറവാണ്. അതുപോലെ ഈ ഒരു ചെയിൻ ഉണ്ടോ, ഈ ചെയിന് നിങ്ങൾ ആ ഒരു അൺബോക്സിങ് വീഡിയോയിൽ അറിയാം. ഈ ചെയിൻ മൊത്തം തുരുമ്പായിരുന്നു. ഞാൻ ആ വീഡിയോ പറഞ്ഞു ചിലപ്പോൾ ചെയിൻ സ്പോട്ടൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ അത് ഞങ്ങൾ വാട്ടർ സർവീസ് ചെയ്തപ്പം തുരുമ്പൊക്കെ പോയി, തുരുമ്പൊന്നും ഇല്ല. പിന്നെ അതാ ഇരുമ്പിൻ്റെ മുകളിൽ എന്തോ സംഭവം പിടിച്ചതാണ്, അത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓയിലിട്ട് അത് സെറ്റ് ചെയ്തു. ഈ ടയറാണ് മെയിൻ. 13,000 കിലോമീറ്റർ ഓടിയിട്ട് ഈ ടയർ അനങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ബാക്കിയൊക്കെ നീറ്റാണ്. വേറൊരു കാര്യം, ഈ 310 ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കാറില്ല, വളരെ കുറവാണ്. ഉപ്പയാണ് ഉപയോഗിക്കാറ് കേട്ടോ. പക്ഷേ ഇനി ഞങ്ങൾ എന്തായാലും ഉപയോഗിക്കും. കാരണം ഇതിനൊരു ടോപ്പ് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഈ വണ്ടി ഞാൻ ആട്ടോ മോട്ടോർ സൈക്കിളിലും TVSൻ്റെ ഫാക്ടറിയിലും കയറ്റുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. സെയിം അതുപോലെ തന്നെ ഈ വണ്ടി ഞാൻ ആട്ടോ മോട്ടോർ സൈക്കിൾ കൊണ്ട് കയറ്റുന്നുണ്ട്. നമ്മളൊരു ടോപ്പ് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ലോങ് റൈഡൊക്കെ പോകാൻ വേണ്ടി. കാരണം ഹൈവേയിലൊക്കെ 310 cc പ്ലസ് അതിന് നമുക്ക് റൈഡിങ് മോഡ്സ് ഉണ്ട്. 310 അറിയാലോ, റെയിൻ മോഡ് എന്നൊക്കെ ഒരുപാട് റൈഡിങ് മോഡ്സ് ഉണ്ട്. അപ്പം ആ മോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ്. അപ്പം ലഗേജിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് ഇങ്ങനത്തെ സ്പോർട്ട് ബൈക്കിൽ വരുന്നത്. ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല. ഇതിൽ നമുക്ക് ഒരുപാട് ലഗേജ് വെക്കാം, ഇതിൽ ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഒരു ടോപ്പ് ബോക്സ് ഇതിൽ ഫിറ്റ് ചെയ്യും. ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ എടുക്കട്ടോ. എൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് വാങ്ങുമ്പോഴൊക്കെ ഞാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ടൂറിങ് വെഹിക്കിൾസിനോട്. എനിക്കൊരിക്കലും ഈ സ്പോർട്ടി വെഹിക്കിൾസിനോട് താല്പര്യം. കാരണം ഇതുപോലെ സ്പോർട്ടി വെഹിക്കിൾസിനോട് സ്പീഡിൽ പോകുക എന്നാണ് അതിൻ്റെ പർപ്പസ്. സ്പീഡിൽ പോകുക, റേസ് ട്രാക്കൊക്കെ പോലെ സ്പീഡിൽ പോകുക. പക്ഷേ എനിക്ക് സ്പീഡിൽ പോകാൻ താല്പര്യമില്ല. എനിക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് കാഴ്ചകളൊക്കെ ഉണ്ട്, റിലാക്സ് ആയിട്ട് ഒരു ടൂറിങ് പർപ്പസാണ് മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ. ഏതായാലും സമയം കാണുന്നില്ല, നമുക്ക് കിട്ടിയ സമ്മാനങ്ങളെ കാണിച്ചു തരാം. പിന്നെ അറിയാലോ TVS അവരുടെ ഒരുപാട് ഗിയേഴ്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരാറുണ്ട്. അതിപ്പം ആക്സറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീഷർട്ട്സ് ആയിക്കോട്ടെ, ക്യാപ്സ് ആയിക്കോട്ടെ. ഇതിപ്പോൾ എനിക്ക് 2019 എനിക്ക് അയച്ചുന്ന ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ തന്നെ 2020 വെർഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അവർ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചു തരാറുണ്ട്. അങ്ങനെ ഈ അടുത്ത് എനിക്കിപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവർ അയച്ചുന്ന കുറച്ച് ഗിഫ്റ്റാണ്. അവരുടെ പുതിയ കുറച്ച് മർച്ചൻസ് ഐറ്റംസ് ഇതിലുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി ഞങ്ങൾ തുറന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം ഓൾറെഡി ഞങ്ങൾ തുറന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണെന്നറിയോ, ഈ ഒരു ബോക്സ് ഞാൻ കാണിച്ചത്. ഇതൊരു കിഡിലൻ സാധനമാണ്, കാണിച്ചത്. ഇത് ഇവർ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഈ സാധനം പുറത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ പീസ് എത്തിയിട്ടുണ്ട്. TVSൻ്റെ ബൂട്ട്സാണ്. നമ്മൾ റൈഡിങ് ബൂട്ട്സ് എന്ന് പറയും ഇതിന്. കണ്ടോ നിങ്ങൾ, ലോങ് റൈഡ് പോകുമ്പോഴും ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു ബൂട്ടാണ്, നല്ല അടിപൊളി ബൂട്ട്. പിന്നെ അതുപോലെ റേസിംഗ് പർപ്പസാണ് ഇവർ മെയിനായിട്ട്. ഇതിൻ്റെ ഇവിടെ സാധാരണ പോലെ തന്നെ സാധാരണ റേസിംഗ് ബൂട്ട്സൊക്കെ അതിൽ സിബ് ടൈപ്പ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിൽ കാലൊക്കെ ഇട്ടിട്ടിരിക്കാം കേട്ടോ. കാലൊക്കെ ഇട്ടിട്ടിരിക്കാം. പിന്നെ ഉള്ളായിക്കോട്ടെ നല്ല എന്താ പറയുക, നല്ല സ്മൂത്താണ്. എന്തറിയോ, ബൈക്ക് റൈഡേഴ്സിന് അറിയാൻ ശരിക്കും എന്താ പർപ്പസ് എന്നുള്ളത്. റേസിംഗ് ബൂട്ട്സിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും. കാരണം നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ചെരിക്കുമ്പം ഇവിടെ ഒരു രസോ സൈഡ് ഇങ്ങനെയുണ്ട് സാധനം, സൂപ്പറല്ലേ. പിന്നെ താഴെ അടിവശം ഇങ്ങനെയാണ് വരുന്നത് ഈ ബൂട്ടിൻ്റെ. ഓക്കെ, ഇത് ശരിക്കും അവർ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ലോഞ്ച് ഇപ്പോൾ അടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് അതിൽ അവർ എനിക്ക് അയച്ചു തന്നിരുന്നു ഗിഫ്റ്റായിട്ട്. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് കാണിച്ചു തരാം. നമുക്ക് ഇതായാലും ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് പിന്നെ ഹെൽമെറ്റിൻ്റെ ഒരു ഇതാട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഹെൽമെറ്റ് വെക്കുമ്പം ആ ഹെൽമെറ്റ് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം. ഇത് കേട്ടോ, ഹെൽമെറ്റ് സേഫ്റ്റിയുടെയാണ്. ഇതിൻ്റെ താക്കോലൊക്കെ ഇതിലുണ്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് പോകുമ്പം ഈ ഒരു പീസില്ല, ഈ ഒരു പീസ് വണ്ടിയുടെ എവിടെയെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ ഇത് തുറക്കുക. ഇതിങ്ങനെ തുറന്നിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഇതിനുള്ളിൽ വെച്ച് ഇത് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ നമ്മുടെ ഹെൽമെറ്റ് അടിച്ചു മാറ്റില്ല. ഇതാണ് ഇതിൻ്റെ പർപ്പസ് കേട്ടോ. ഹെൽമെറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവം. ഇതും TVSൻ്റെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം.
ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അടുത്തത് ഇത് മൊബൈൽ ഹോൾഡറാണ്. ടി വി എസിൻ്റെ തന്നെ നമ്മൾ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. ആസ് യൂഷ്വൽ കടിച്ചിട്ട് ഓപ്പൺ ആക്കുക. തുറന്ന് കാണിച്ചു തരാം. ഇവരുടെ വണ്ടികൾക്ക് നമുക്ക് RTR പോലത്തെ വണ്ടികൾക്ക് അതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് മൊബൈൽ ഹോൾഡറൊക്കെ പിടിപ്പിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇവരുടെ വണ്ടികളൊക്കെ സ്പെഷ്യലി ഡിസൈൻ ചെയ്താണ് ഈ മൊബൈൽ ഹോൾഡേഴ്സൊക്കെ. ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു TVSൻ്റെ ലോഗോ ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് എവിടെയെങ്കിലും കൊടുക്കാം, ഫിറ്റ് ചെയ്യാം. ഇതൊന്ന് 310 ഇത് ഫിറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടോ. ഇതിൻ്റെ ഒരു കണക്റ്റിംഗ് റബ്ബർ റാഡൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടിയില്ലെന്ന് തോന്നുന്നു. അതന്നെ. ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഇത് അടുത്തത് ഇതൊരു ഗ്ലൗ ആണ്. TVSൻ്റെ റേസിംഗ് ഗ്ലൗ ആണ്. ഞാൻ ഇത് തുറന്ന് കാണിച്ചിടാം. നമുക്ക് നോർമൽ ഗ്ലൗ ആണ്, അത്ര വലിയ ഇതെന്ന് പറയുന്നില്ല. നോർമൽ ഗ്ലൗ ആണ്. റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും. കണ്ടോ, ഫിറ്റാണ്. എൻ്റെ കൈക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്ത് നോർമൽ ഗ്ലൗ ആയത്. നല്ല ഫിറ്റാണ്. ഫിറ്റ് വെച്ചാൽ പെർഫെക്റ്റ് ഫിറ്റ്. ഉള്ളിലൊന്ന് റബ്ബറൈസർ എന്താണെന്നറിയില്ല, കൈ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കണ്ടോ. പിന്നെ ഇവിടെ TVS റേസിംഗിൻ്റെ ഒരു ലോഗോ ഇവിടെ ഉണ്ട്. ഇപ്പം ഇത് ഒരു ജോഡി ഉണ്ട്, 2 ഉണ്ട്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്ന 1600 രൂപ എങ്ങാണ്ട് ഇതിന് MRP ഇരുന്നില്ല കേട്ടോ, ടാക്സിലടക്കം. ഓക്കെ, അതാണ് 4ാമത്തെ ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു TVSൻ്റെ ടാങ്കിൻ്റെ പാഡാണ്. പറയാമല്ലോ, വണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ബൈക്കിൻ്റെ ടാങ്കിൽ നമ്മളെന്തെന്ന് വെച്ചാൽ ഈ സ്ക്രാച്ചസ് വരാണ്ടൊക്കെ വേണ്ടി നമ്മൾ ഈ പാഡ് വെക്കും. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ പാഡ് ഫിറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇത് ആ ഒരു പാഡാട്ടോ. പക്ഷേ ഇത് RR310 ആവുന്നുണ്ടോ എന്ന് സംശയമാണ്. നമുക്ക് ഇപ്പുറം ആവും. ഇതിൻ്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് കയറും, പിന്നെ കറക്റ്റായിട്ട് ഷേപ്പിൽ കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചൊരു കർവ് ഉണ്ട്, ആകാൻ ചാൻസ് ഉണ്ട്. ഇത് അറിയുന്ന ആരെങ്കിലും കൊണ്ട് ഒട്ടിക്കണം, അപ്പോൾ മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. 310 ഇതാണ്, 310 വേണ്ടി തന്നെ കേട്ടോ. ആകുന്നുണ്ട്, ആവും അത്. വാ, ഇതാണ് അടുത്തതാണ് മെയിൻ ഗിഫ്റ്റ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് മെയിൻ ഗിഫ്റ്റ്. അത് ഞാൻ താഴെ വെച്ചിട്ട് അത് മാത്രം എടുത്ത് പൊക്കി കാണിച്ചു തരാം. റെഡി? യെസ്, ഇത് TVSൻ്റെ റേസിംഗ് ജാക്കറ്റാണ്, റൈഡിങ് ഗിയറാണ്. ഇത് ഓപ്പണാക്കി കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, TVSൻ്റെ റേസിംഗ് ജാക്കറ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ്. കാരണം അത് ഫസ്റ്റ് വെർഷനായിരുന്നു. ഇത് വെർഷൻ അവർ അപ്ഗ്രേഡായി, അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലായത്. കാരണം എനിക്ക് ഫീൽ ആകുന്നുണ്ട് ഇത് കുറച്ചും കൂടി ഹെവി വെയിറ്റ് ആണ്. ഇതിനേക്കാളും വെയിറ്റ് കുറവാണ് ആ ഒരു പീസ് എന്ന് പറയുന്നത്. റേസിംഗ് ജാക്കറ്റ്, വാ 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 വാ. ഞാൻ ഇതിലൂടെ കൈയിട്ട് കാണിച്ചതാണ്. ഞാനുണ്ട്. കണ്ടോ, നല്ല ഫിറ്റാണ്. പക്ഷേ ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ബാക്കൊക്കെ ഓക്കെയാണ്. ഇവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു വശമായിട്ട്. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് ബെൽറ്റിങ്ങനെ ടൈറ്റ് ആക്കി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ അടിപൊളിയാണ്. നല്ല ചൂടിലൊക്കെ പോകുമ്പോൾ നല്ല വെന്റിലേഷനാണ്. ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ജാക്കറ്റ് ഇടാൻ എളുപ്പം. അത് യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. നല്ല ചൂടുള്ള സമയത്ത് നല്ല കാറ്റ് കിടക്കും, ഒരുപാട് വെന്റിലേഷൻ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ കേട്ടോ. പിന്നെ പാഡ് ഉണ്ട്, ഈ വശത്ത് പാഡ് വരുന്നുണ്ട്, ഇവിടെ പാഡ് വരുന്നുണ്ട്, ഇവിടെ പാഡ് വരുന്നുണ്ട്, പുറകിലതായി മൊത്തത്തിൽ പാഡ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ പാഡ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് റിഫ്ലക്റ്റ് ആകുന്ന സാധനങ്ങളല്ല, രാത്രിയൊക്കെ പോകുമ്പോൾ റിഫ്ലക്റ്റ് ഒക്കെ ആവും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോട്ടലി നമ്മളിപ്പോൾ ഒരു TVSൻ്റെ ബൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ TVSൻ്റെ തന്നെ ഗിയേഴ്സ് ഇടുമ്പം നമുക്കൊരു ഫീൽ ആട്ടോ, നമ്മൾ മറ്റ് ഗിയേഴ്സ് ഉപയോഗിക്കാതെ. പിന്നെ ജാക്കറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ പാൻറ്റും ഉണ്ട്. ഇത് TVSൻ്റെ തന്നെ റേസിംഗ് പാൻറ്റാണ്. കണ്ടോ, എൻ്റെ അധികം വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഒരു സാധനം ഇട്ടിട്ടാണ് അധികം വണ്ടി ഓടിക്കാറ് അല്ലേ. അപ്പാച്ചെ 310 ഒക്കെ എടുത്തപ്പോൾ ഞാൻ ഈ ഒരു ഗിയേഴ്സ് മാത്രം എടുക്കാറുള്ളൂ. പുതിയതാണ് ഇത്, എൻ്റെ അടുത്തുള്ള മറ്റേ പഴയതാണ് ഞാൻ പറഞ്ഞത്. ഇതിലും പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പെയിൻറ്റിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് റൈഡിങ് പെയിൻറ്റിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്ത് അക്കാതിൽ യാതൊരു സംശയമാണ്, യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ രണ്ടും കൂടി നല്ല കളർ മാച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ TVSൻ്റെ ജാക്കറ്റായി, TVSൻ്റെ പാൻറ്റായി, TVSൻ്റെ ബൂട്ടായി, ഗ്ലൗസായി, TVSൻ്റെ ആമിനിയുണ്ട്, TVSൻ്റെ 310 ഉണ്ട്. മൊത്തത്തിലൊരു TVSമായി മാത്രം. ഓക്കെ, പിന്നെ അതിൽ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്, ഹെൽമെറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ പുതിയൊരു റേസിംഗ് എഡിഷൻ സ്പെഷ്യൽ ഹെൽമെറ്റ് വരുന്നുണ്ട്.
അത് പുറത്തിറങ്ങിയിട്ടില്ല. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് അയച്ചിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു TVS തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ റേസിംഗ് ടൈപ്പ് ഹെൽമെറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉടനെ കിട്ടും. ഞങ്ങൾ എന്തായാലും റൈഡ് പോകുന്നുണ്ട്. ഇപ്പം ആമിനാനെടുത്ത് ഒരു റൈഡൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. മൊത്തത്തിലൊരു TVSമായി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. പിന്നെ നിങ്ങളോടാണ് എല്ലാവരോടും, നിങ്ങളാരും ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പിക, ആയിരക്കണക്കിന് രൂപയുടെ വെച്ച് പോട്ടെ, നിങ്ങൾ 10,000 രൂപയ്ക്ക് സെക്കൻഡ് ഒരു ബൈക്ക് വാങ്ങുന്ന വെച്ചോ. പക്ഷേങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇടാതെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എന്തായാലും ഹെൽമെറ്റ് ഇടണം, മസ്റ്റാണ്. കുറച്ച് ലോങ്ങ് പോകുന്നുണ്ടെങ്കിൽ റൈഡിങ് ഗിയേഴ്സ് എന്തായാലും ഇടണം. കുറച്ചൊക്കെ ലോങ്ങൊക്കെ പോകുന്നതിന് റൈഡിങ് ഗിയേഴ്സ് എന്തായാലും ഇടണം കേട്ടോ. എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റൈഡിങ് ഗിയേഴ്സ് ഇട്ടില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ എൻ്റെ റൈഡിങ് ഗിയർ ഉണ്ട്, എൻ്റെ അടുത്ത് വേൾഡ് റൈഡ് ഉപയോഗിക്കുന്ന റൈഡിങ് ഗിയർ ഉണ്ട്. അത് ഇട്ട് വരാനുള്ള പ്ലാനായിരുന്നു. പക്ഷേങ്കിൽ അത് അവിടെ എത്തിയേക്കും ഫുള്ള് സ്മെല്ലും കാര്യങ്ങളും ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്നിട്ട് ഞാൻ എൻ്റെ സാധാരണ പാൻറ്റ് എടുത്തിട്ട് വന്നത്. അപ്പോഴും എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയാണ്. നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്ന് എൻ്റെ വണ്ടി അടിക്കും, ഇന്ന് എൻ്റെ വണ്ടി അടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ഭയം എപ്പോഴും മനസ്സിലാണ്. ഞാൻ രാജാവാണ്, എനിക്ക് വണ്ടി അടിക്കില്ല, ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്, ഞാൻ റൈഡറാണെന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് വണ്ടി അടിക്കും എന്നൊരു പേടി ഉണ്ടെങ്കിൽ മാത്രമേ അടിച്ചു കഴിഞ്ഞ് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിനാണ് റൈഡിങ് ഗിയേഴ്സും ഹെൽമെറ്റും ഒക്കെ. ഇന്ന് വീഴുമെന്ന് ഉറപ്പുള്ളവൻ എന്തായാലും ഹെൽമെറ്റ് തലയിടണം. കാരണം വീണാൽ രക്ഷപ്പെടണമല്ലോ, തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ, അമ്മയും അച്ഛനും ഒക്കെ ഇല്ല വീട്ടിൽ, അവരെ കാണണ്ടേ, അല്ലെങ്കിൽ ഭാര്യയുണ്ട് ഭാര്യനെ കാണണ്ടേ, ലേഡീസ് ആണെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനെ കാണണ്ടേ. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ, ഞാനെപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഞാനിന്ന് വീഴും, ഞാൻ ഇന്ന് എന്തായാലും വീഴാൻ ചാൻസ് ഉണ്ട്, എൻ്റെ മനസ്സിൽ ആ ഒരു പേടി ഉണ്ടാവും. റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോഴും ഓവർ സ്പീഡിൽ പോകുമ്പോഴും ഇതേ പേടി എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ചും കൂടി കെയർ ചെയ്യും. ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഉണ്ടോ, പഠിച്ചോണ്ട് അടിക്കുമോ, വണ്ടി ഉണ്ടോ, ഈ ഒരു പേടി ഉണ്ടാവും. ഇതിലൊന്നും നാണം കെടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമാണ്. നമ്മുടെ മൈൻഡിന് ഒരു പേടിയില്ല, അല്ലെങ്കിൽ അടിക്കൂല എന്ന് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെ എന്തായാലും നമ്മളൊന്നും സേഫ്റ്റി പരമായ കാര്യങ്ങളൊന്നും എടുക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ചെറിയൊരു ആക്സിഡൻ്റ് ആയാൽ തന്നെ തലക്കോ കൈക്കോ കാലിനോ പരിക്കേറ്റ് കിടക്കും. പിന്നെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീണിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നഷ്ടം സഹിക്കേണ്ടത്. അവിടെ നിങ്ങൾ റോഡിലെ കുണ്ടിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉയിര് എന്ന് പറഞ്ഞ ചങ്ങാതിമാരുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് കൈ പൊട്ടി, കാല് പൊട്ടി, തല പൊട്ടി, അല്ലെങ്കിൽ ഈ ഇടുപ്പ് പൊട്ടി കഴിഞ്ഞാലോ മിനിമം ഒരു 2-3 കൊല്ലം ഇങ്ങനെ കിടക്കണം, നട്ടലെല്ലാം പോയി കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ വീട്ടുകാർ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും കഷ്ടപ്പെടുത്തണ്ട. ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യുക, അതാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരു ഭയങ്കര റേസറാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹരമാക്കുക, അങ്ങനെയല്ല. നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ റിലാക്സ് ചെയ്യുക, റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കട്ടോ. എല്ലാവരും ഞാൻ പറയുന്നു സേഫ്റ്റി ഗിയേഴ്സ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഇതൊക്കെ ഇതുപോലുള്ള ഗിയേഴ്സ് ഈ കമ്പനിയുടെ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ നിങ്ങളൊരു സേഫ്റ്റി ഗിയേഴ്സ് നിങ്ങൾ വാങ്ങണം, ഉപയോഗിക്കണം, കുറച്ച് ലോങ് പോകുമ്പോൾ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് വലുത്. ഓക്കെ, എനിവേ താങ്ക് യു TVS ഇങ്ങനെയുള്ള ഒരുപാട് ആക്സസറീസ് അയച്ചതിന്. കാരണം TVSും ഈ പറഞ്ഞ പോലെ എൻ്റെ സേഫ്റ്റിയാണ് TVS നോക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സേഫ്റ്റി ഗിയേഴ്സ് അയച്ചു തരുന്നത്. സാധാരണ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കേക്ക്സ് അങ്ങനെയൊന്നുമല്ല, അവരെനിക്ക് ഈ ഒരു റൈഡിങ് ഗിയേഴ്സ് തന്നെയാണ് അയച്ചു തരുന്നത് എല്ലാ തവണയും. കാരണം ഞാൻ സേഫായിട്ടിരിക്കണം എന്നുള്ളത് TVSന് ആഗ്രഹമുണ്ട്, നിങ്ങൾ സേഫായിട്ടിരിക്കണം എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. എല്ലാവരും ഗിയേഴ്സ് വാങ്ങണം, അടുത്തുള്ള ഷോപ്പിൽ വിട്ടോ ഗിയേഴ്സ് വാങ്ങ്, ഹെൽമെറ്റ് വാങ്ങ്, ഗ്ലൗസ് വാങ്ങ്. ലഡാക്കിൽ പോകുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് നാട്ടിലും ഒരു 10-50 കിലോമീറ്ററൊക്കെ നിങ്ങൾ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കുക കേട്ടോ. ഹെൽമെറ്റ് ഉപയോഗിക്കുക, പോലീസിനെ പഠിച്ചിട്ടല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.